ടൗൺഷിപ്പിലേക്ക് പുനരധിവസിപ്പിക്കപ്പെട്ട ശേഷവും ദുരന്തബാധിത മേഖലയിലെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അവരവർക്ക് തന്നെയായിരിക്കും. ഉരുൾപൊട്ടിയ ആ ഭൂമി വനപ്രദേശമായി മാറാതിരിക്കാൻ കലക്റ്റീവ് ഫാമിംഗ് പോലുള്ള ഉൽപാദനപരമായ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കാനുള്ള സാധ്യതകൾ പിന്നീട് പരിഗണിക്കും. ആ ഭൂമി അതിൻ്റെ ഉടമകളിൽ നിന്ന് അന്യം നിന്ന് പോകില്ല. ദുരന്തബാധിതരെ മാതൃകാ ടൗൺഷിപ്പ് സ്ഥാപിച്ച് പുനരധിവസിപ്പിക്കുന്നതാണെന്നും പ്രോജക്റ്റ് മാനേജ്മെന്റ് കൺസൾട്ടൻസിയായി PMC കിഫ്ബിയെ ചുമതലപ്പെടുത്തുന്നതാണെന്നും നേരത്തെ റൂൾ 300 പ്രകാരം നിയമസഭയിൽ പ്രസ്താവന നടത്തിയപ്പോൾ അറിയിച്ചിരുന്നതാണ്. അതിന്റെ ഭാഗമായി ഒട്ടേറെ തയ്യാറെടുപ്പുകൾ ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കിഫ്ബി വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് സമർപ്പിക്കുകയും ഇതിൽ നിയമ ധനകാര്യ വകുപ്പുകളുടെ അഭിപ്രായം തേടിയ ശേഷം മന്ത്രിസഭ വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്തു. ടൗൺഷിപ്പ് പദ്ധതിയുടെ ഭരണവകുപ്പായി ദുരന്ത നിവാരണ വകുപ്പിനെ ചുമതലപ്പെടുത്തി. ടൗൺഷിപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെന്റ് കൺസ്ട്രക്ഷൻ EPC പ്രകാരം അംഗീകരിക്കാനാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. തൊഴിലുടമയുടെ പ്രതിനിധിയായി കിഫ്ബിയുടെ അനുബന്ധ സ്ഥാപനമായ കിഫ്കോണിനെ ചുമതലപ്പെടുത്താനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. ധനനിയമവകുപ്പുകളുടെ അഭിപ്രായപ്രകാരം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള കരാറുകാരായി നാമനിർദ്ദേശം ചെയ്യാൻ തീരുമാനിച്ചു. ഭരണാനുമതി നൽകുന്നതിന് മുൻപ് DSR 2018 പ്രകാരമുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതാണ്. ഈ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ് പദ്ധതിക്ക് തത്വത്തിലുള്ള അംഗീകാരം നൽകിയത്. ത്രിതല സംവിധാനമാണ് പുനരധിവാസ പദ്ധതി നടപ്പിലാക്കാൻ ഉണ്ടാവുക. മുഖ്യമന്ത്രി അധ്യക്ഷനായ വയനാട് പുനർനിർമ്മാണ സമിതിക്കായിരിക്കും പദ്ധതിയുടെ നേതൃത്വം. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഏകോപന സമിതിയും കലക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രോജക്ട് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റുമാണ് ഇതിന്റെ ഭാഗമായി പ്രവർത്തിക്കുക. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവും പ്രധാന സ്പോൺസർമാരും ഉൾപ്പെടുന്ന മറ്റ് മന്ത്രിമാരും കൂടി ഉൾപ്പെടുന്ന ഉപദേശക സമിതി രൂപീകരിക്കുകയും ചെയ്യും. പദ്ധതി നടത്തിപ്പിലെ സുതാര്യതയും ഗുണമേന്മയും ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള സമിതി ഉറപ്പുവരുത്തും. സർക്കാർ PMC പ്രതിനിധികളും മൂന്നാം കക്ഷി എന്ന നിലയിൽ ഒരു സ്വതന്ത്ര എഞ്ചിനീയർ, സ്വതന്ത്ര ഓഡിറ്റർ എന്നിവരും അടങ്ങിയ ഗുണനിലവാരം ഉറപ്പാക്കാൻ ഉള്ള സംവിധാനമായിരിക്കും ഈ സമിതി. പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ കരാർ രേഖകളും പരിശോധിച്ച് ശുപാർശ ചെയ്ത് അംഗീകാരത്തിനായി ചീഫ് സെക്രട്ടറിക്കും ഭരണവകുപ്പിനും നൽകുന്നതിന് ധനകാര്യ വകുപ്പിനെ ചുമതലപ്പെടുത്തി. 23/8/2019 ഉത്തരവ് പ്രകാരം സ്ഥിരമായ പുനരധിവാസത്തിന്റെ നിലവിലെ നിരക്ക് ഒരു കുടുംബത്തിന് 10 ലക്ഷം രൂപയാണ്. വയനാട് ഉരുൾപൊട്ടൽ ബാധിതരുടെ കാര്യത്തിൽ ടൗൺഷിപ്പിന് പുറത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 15 ലക്ഷം രൂപ നൽകും ഒരു കുടുംബത്തിന്. ഇതേ തുക തന്നെ വിലങ്ങാട്ടെ പുനരധിവസിപ്പിക്കേണ്ട ദുരന്തബാധിതർക്കും അനുവദിക്കും. ഈ രണ്ട് ഉരുൾപൊട്ടലുകളുമായി ബന്ധപ്പെട്ട ദുരന്തത്തിന് ഇരയായവർക്ക് മാത്രമാണ് ഈ തീരുമാനം ബാധകമായിരിക്കുക. പുനരധിവാസം വേണ്ട 5 ട്രൈബൽ കുടുംബങ്ങളാണുള്ളത്. അവരുടെ താല്പര്യമനുസരിച്ചുള്ള പുനരധിവാസമാണ് ഏർപ്പെടുത്തുക. ഇപ്പോൾ അറിയുന്നത് 4 കുടുംബങ്ങൾ ടൗൺഷിപ്പ് തന്നെ സ്വീകരിക്കുമെന്നാണ്. അപ്പോൾ എല്ലാവരും ടൗൺഷിപ്പ് സ്വീകരിക്കാൻ ഇടയുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവരുടെ താല്പര്യമനുസരിച്ചുള്ള പുനരധിവാസം ഏർപ്പെടുത്തും. ധനവകുപ്പ് അംഗീകരിച്ച പ്രകാരമുള്ള സ്പോൺസർഷിപ്പ് ഫ്രെയിംവർക്ക് അംഗീകരിക്കും. സ്പോൺസർഷിപ്പ് പ്രകാരം ലഭിക്കുന്ന തുക സ്വീകരിക്കുന്നതിനും അത് വയനാട് പുനരധിവാസ പദ്ധതിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനും ഒരു ഡെഡിക്കേറ്റഡ് ബാങ്ക് അക്കൗണ്ട് തുറക്കും. വയനാട് പുനരധിവാസ പദ്ധതിക്കായി CMDRF, SDRF, സ്പോൺസർഷിപ്പ്, CSR ഫണ്ട്, PDNAയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ലഭ്യമാകുന്ന കേന്ദ്ര സഹായം എന്നിവ വയനാട് ടൗൺഷിപ്പ് പ്രോജക്റ്റിനായി വിനിയോഗിക്കും.
ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത് 2 ഘട്ടമായിട്ടാണെങ്കിലും പുനരധിവാസം ഒരുമിച്ച് നടപ്പിലാക്കും. അതായത് ഒരു കൂട്ടര് വീട് തകർന്നു പോയവരാണ്. ആ വീട് തകർന്നു പോയവര് ദുരന്തത്തിനിരയായി വീട് തകർന്നുപോയി. അവരെയാണ് പുനരധിവസിപ്പിക്കുന്നതിന് ആദ്യ മുൻഗണന എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ വിഭാഗം ഇനി ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് കാണുന്ന മേഖലയിൽപ്പെട്ടവരാണ്. അപ്പോൾ അവരും അവിടുന്ന് പുറത്താണ്. ഇപ്പോൾ വാടക വീട്ടിൽ താമസിക്കുക. അപ്പോൾ 2 ഘട്ടമായിട്ടാണ് കണക്കെടുക്കുന്നതെങ്കിലും പുനരധിവാസം ഒരേ ഘട്ടത്തിൽ തന്നെ ഈ 2 വിഭാഗത്തിനും ഒന്നിച്ച് നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്.